ഗാസയിൽ IVF കേന്ദ്രങ്ങളും പ്രസവാശുപത്രികളും വരെ തകർത്ത് മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്ന് റിപ്പോർട്ട്. ഗാസയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള നടപടികളാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണ്ടെത്തൽ. വന്ധ്യതാ നിവാരണ കേന്ദ്രങ്ങൾ, സ്ത്രീകളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഇസ്രായേൽ നശിപ്പിച്ചുവെന്നും ലൈംഗികാതിക്രമത്തെ യുദ്ധതന്ത്രമായി ഇസ്രായേൽ ഉപയോഗിച്ചെന്നും UN വിദഗ്ധർ പറയുന്നുണ്ട്. ഗാസയിലെ വന്ധ്യതാ നിവാരണ കേന്ദ്രങ്ങൾ മനഃപൂർവ്വം ആക്രമിക്കുകയും തകർക്കുകയും ഗർഭധാരണം, പ്രസവം, നവജാത ശിശു സംരക്ഷണം എന്നിവയ്ക്കുള്ള മരുന്നുകൾ തടഞ്ഞുവെക്കുകയും ചെയ്തു ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി റിപ്പോർട്ടിലാണ് ഇസ്രായേലിന്റെ ഈ ക്രൂര നടപടികളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഗാസയിലെ ജനങ്ങളുടെ ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യ സംരക്ഷണത്തെ ഇസ്രായേൽ വ്യവസ്ഥാപിതമായി തകർത്തുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച സംഘർഷത്തിൽ 2 തരം വംശഹത്യാ പ്രവർത്തികളാണ് ഇസ്രായേൽ നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിലെ പ്രധാന IVF കേന്ദ്രമായ അൽബാസ്മ ആശുപത്രിക്കൊപ്പം പ്രസവാശുപത്രികൾ വരെ ഇസ്രായേൽ തകർത്തു. ഒരു മാസം 2000 മുതൽ 3000 വരെ രോഗികളെ ചികിത്സിക്കുന്ന അൽബാസ്മയിലെ മനഃപൂർവ്വമുള്ള ഷെല്ലാക്രമണത്തിൽ 4000-ലധികം ഭ്രൂണങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. ലൈംഗികാതിക്രമത്തിൽ ഇരയായവരുടെയും സാക്ഷികളുടെയും മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ UN രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗാസൻ ജനതയെ പരസ്യമായി നഗ്നരാക്കുകയും ബലാത്സംഗ ഭീഷണി മുഴക്കിയെന്നും ബലാത്സംഗം നടത്തിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ UN അന്വേഷണങ്ങൾക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. തെറ്റായ അസംബന്ധ ആരോപണങ്ങളാണ് UN ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിനെ ആന്റി ഇസ്രായേൽ സർക്കസ്, ജൂതവിരുദ്ധ, അഴിമതിയെയും തീവ്രവാദത്തെയും പിന്തുണയ്ക്കുന്ന അപ്രസക്തമായ സംഘടനയെന്നും നെതന്യാഹു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു.